ഇത് കട്ടിലിന് വരം കയറി കിടന്ന് വാങ്ങാലോ അല്ലേ? കട്ടിലിന് വരം കയറി കിടന്ന് വാങ്ങാലോ ഊഞ്ഞാല്. അതെ, ബാത്റൂം ഇല്ലാന്ന് പറയൂലേ? അടുക്കള എന്തായാലും ഭയങ്കര ലുക്കായി പോയിടും. പറ്റിയ കളർ ടൈലും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10 mm തിക്നെസ് ഉള്ള 1200 1800 ടൈലാണ്. അത് 4x6. അപ്പോൾ ഇത് നമ്മൾ ലേ ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്ത് കൈയോടെ തന്നെ ഗ്രൗട്ട് ഒഴിച്ച് ഗമ്മ അടിയിൽ പേസ്റ്റ് ചെയ്ത് വൈബ്രേറ്ററും യൂസ് ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് നമ്മൾ വലിയ ടൈലുകൾ 10 mm തിക്നെസ് വലിപ്പമുള്ള ടൈലുകൾ കൂടുതലും ഹാമർ ഉപയോഗിച്ച് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ചിപ്പിങ് ടെമ്പർ കുറവായിരിക്കും. മറ്റേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തൊടുപുഴയിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പുതിയ വർക്ക് സൈറ്റ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു വീടായിരുന്നു, അത് റിനോവേറ്റ് ചെയ്ത് പുതിയ മോഡലാക്കിയ വർക്കാണ്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ടൈലാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് പറഞ്ഞു അതിന് മുകളിൽ നമുക്ക് ഗമ്മിലൊട്ടിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് സമീപിച്ചത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഹോളിലും പലയിടങ്ങളിലൊക്കെ ആയിട്ട് പൊതുവും സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മൊത്തം പൊളിച്ചു കളഞ്ഞ് ഫസ്റ്റ് റൗണ്ട് ടൈല് മൊത്തം പൊളിച്ചു കളഞ്ഞ് ബാക്കി കോൺക്രീറ്റുകൾ തെളിച്ചെടുത്താണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കെന്ന് വെച്ചാൽ ഇത് 2 ദിവസം മൊത്തം ഫ്ലോർ മൊത്തം ക്ലിയർ ആക്കാനായിട്ട് നമുക്കൊരു 2 ദിവസം എക്സ്ട്രാ ആയിട്ടുണ്ട്. ഇത് കുത്തിപ്പൊളിച്ച് മൊത്തം കളയുന്നതിന് 1x1 ടൈലാണ് പണ്ടിട്ടിരുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മൊത്തം പ്രശ്നം അതിൻ്റെ മേളിൽ ടൈലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ക്ലൈൻറ്റ് പറഞ്ഞു വന്ന് കരുതി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്ലൈൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരു വിഷയം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തലവേദനയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വന്ന് സൈറ്റ് വന്ന് കണ്ടു, ഞാൻ പ്രശ്നങ്ങളൊക്കെ നോക്കി അതിനുശേഷം അത് പൊളിച്ച് കളഞ്ഞ് വേണം ടൈലിടാനായിട്ടെന്ന് പറഞ്ഞു. ആദ്യം ക്ലൈൻറ്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടൈല് നല്ല രീതിയിൽ കിടന്നതാണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല, നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ നല്ല കൂടി വശയിട്ട് ഒട്ടിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരുക്കൻ മിക്സിങ് 9 അല്ലെങ്കിൽ 10 കൊട്ടയിട്ട് 1 ഏക്കർ സിമെൻറ്റാണ് മാക്സിമം നമ്മൾ സിമെൻറ്റ് കൂടുതൽ യൂസ് ചെയ്ത കാരണം ടൈലിട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ നാളുകൾക്ക് ശേഷം പൊങ്ങി വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10 mm തിക്നെസ് ഉള്ള 1200 1800 ടൈലാണ്. അത് 4x6. അപ്പോൾ ഇത് നമ്മൾ ലേ ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്ത് കൈയോടെ തന്നെ ഗ്രൗട്ട് ഒഴിച്ച് ഗമ്മ അടിയിൽ പേസ്റ്റ് ചെയ്ത് വൈബ്രേറ്ററും യൂസ് ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് നമ്മൾ വലിയ ടൈലുകൾ 10 mm തിക്നെസ് വലിപ്പമുള്ള ടൈലുകൾ കൂടുതലും ഹാമർ ഉപയോഗിച്ച് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ചിപ്പിങ് ടെമ്പർ കുറവായിരിക്കും. മറ്റേ 15 mm തിക്നെസ്സിനെ അപേക്ഷിച്ച് തീരെ കട്ടി കുറവാണ് ഇത് 10 mm തിക്നെസ് വരുമ്പോൾ. ചിപ്പായി പോകാനുള്ള പ്രവണത കൂടുതലായതുകൊണ്ട് വൈബ്രേറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൂടുതലും ആളുകൾ ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്ത് കുറേ ദിവസങ്ങൾ നനച്ചു കൊടുത്ത ശേഷം അതിന് മുകളിൽ ഗമ്മ യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ സീറ്റിങ് ഏറ്റവും നല്ലത്, പരുക്കനുമായിട്ടുള്ള സീറ്റിങ് കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ ഇതേപോലെ പരുക്കനിട്ട് ഗ്രൗട്ട് ഒഴിച്ച് ഗമ്മടിയിൽ പ്ലാസ്റ്റർ തേച്ച് വിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോർമുല. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് വിട്ടും വെച്ചാണ്
വിരിക്കുന്നത്. സാധാരണ വലിയ ടൈലുകൾ ഏറ്റവും നല്ലത് ഈ സ്പേസർ ഉപയോഗിച്ച് ചെയ്യാനാണ്. കാരണം സാധാരണ സ്പേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും ലെങ്ത് വരുമ്പോൾ അതിന് വെൻറ്റും പുളവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാഡിംഗ് ടൈല് സ്റ്റോൺ മോഡൽ ബ്ലാക്ക് ടൈലാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമ്മുടെ വർക്ക് ഗ്ലാഡിംഗ് ടൈല് സ്റ്റോൺ മോഡൽ ബ്ലാക്ക് സെമി മാറ്റ് ടൈലാണ്. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റും, അതായത് 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണത്. അതിൻ്റെ ചുറ്റും ടൈലൊട്ടിച്ചു. അഴുക്കോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം ടൈലൊട്ടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചൺ കബോർഡും കിച്ചൻ്റെ വാളും എല്ലാം സെയിം കളറാണ്. ആ ലൈറ്റിങ്ങിൻ്റെ ആണൊരു ബ്രൈറ്റ് വന്നിട്ട് കളർ വ്യത്യാസം കാണിക്കുന്നത്. കാരണം ഒരു ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ് ഈ കിച്ചണിൽ കയറി കഴിയുമ്പോഴത്തേക്ക്. ഭയങ്കര ഒരു എന്താ പറയാ, അതേപോലെയാണ് ഒരുപാട് പേർക്ക് ഈ സ്ലാബും കബോർഡ് വർക്ക് ചെയ്തപ്പോഴാണ് സെയിം കളർ ഇട്ട് തന്നെയാണ് കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. നല്ല എത്ര ഫിനിഷിംഗ് ആണെന്നതിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഒറ്റ ജോയിന്റ് ഫ്ലോറിൽ എത്തിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു സെറ്റപ്പ് തന്നെയാണ്. ഈ അടുക്കളയും വർക്ക് ഏരിയയും അതേപോലെ തന്നെ പുറത്തൊരു ഔട്ട് ഹൗസും ഒരു കുളിമുറി ഒരു ടോയ്ലറ്റ് കൂടി ഇതിൽ ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.